ഹായ് സ്റ്റുഡൻസ്, നമുക്ക് ഗ്രാഫിക്സ് വിത്ത് ആർ എങ്ങനെയാണ് ആർ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് ചാർട്ട്സും ഗ്രാഫ്സും ഒക്കെ വരയ്ക്കുന്നത് എന്ന് നോക്കാം. നമ്മൾക്ക് ശരിക്കും നമ്മളുടെ സിലബസിനകത്ത് ആവശ്യമുള്ളത് ഒന്ന് നമ്മുടെ ബൈവേരിയേറ്റ് ഡേറ്റ വെച്ചിട്ടുള്ള സ്കാറ്റർ ഡയഗ്രാം, പിന്നെ നമ്മളുടെ സിമ്പിൾ ബാർ ഡയഗ്രാംസ്, പിന്നീട് ഹിസ്റ്റോഗ്രാം. ഇങ്ങനെ മൂന്നെണ്ണമാണ് പ്രധാനമായിട്ട് നമുക്ക് സിലബസിൽ വരയ്ക്കാൻ പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് അതിൽ സ്കാറ്റർ ഡയഗ്രാം വെച്ച് തുടങ്ങാം. എന്തായിരുന്നു സ്കാറ്റർ ഡയഗ്രാം? എക്സിന് കുറച്ച് വാല്യൂസും വൈക്ക് കുറച്ച് വാല്യൂസും ഉണ്ടെങ്കിൽ അതൊരു എക്സ് വൈ ചാർട്ടിൽ അല്ലെങ്കിൽ എക്സ് വൈ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നതാണ് സ്കാറ്റർ ഡയഗ്രാം. ഈ പ്ലോട്ട് ചെയ്ത പോയിന്റ്സിനെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക, അതിൻ്റെ ആ എന്ത് ടൈപ്പ് ഓഫ് റിഗ്രഷൻ ആണ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാറ്. അപ്പോൾ സ്കാറ്റർ ഡയഗ്രാമിൽ നമുക്ക് വേണമെങ്കിൽ ആ പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്ത് കർവോ ലൈനോ ഒക്കെ വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ ഒരു സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആറിൻ്റെ ഫംഗ്ഷനാണ് പ്ലോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ പ്ലോട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. പ്ലോട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷന് അതൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ കോംപ്രിഹെൻസീവ് ആയൊരു ഫംഗ്ഷനാണ്. അതായത് അതിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾ എക്സ്ട്രാ ആർഗ്യുമെന്റ്സ് ആയിട്ട് കൊടുത്ത് പല പല കാര്യങ്ങൾ നമുക്ക് ആ ചാർട്ടിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്ലോട്ട് ഫംഗ്ഷന് കുറെ അധികം ആർഗ്യുമെന്റ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കുറച്ച് ആർഗ്യുമെന്റ്സിനെ പറ്റി പറയാം. ആദ്യത്തേത് മെയിൻ എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് ആണ്. മെയിൻ ഈസ് ഈക്വൽ ടു കോഡ്സിൽ നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് ആ ചാർട്ടിന്റെ ടൈറ്റിലായിട്ട് വരും. എക്സ് ലാബും വൈ ലാബും എക്സ് ആക്സിസിനെ വൈ ആക്സിസിനെ ലേബിൾസ് കൊടുക്കാനുള്ളതാണ്. എക്സ് ലിമിറ്റും വൈ ലിമിറ്റും എക്സ് ആക്സിസ് എത്ര വരെ, അതായത് 0 മുതൽ 10 വരെ വരയ്ക്കണോ, 100 വരെ വരയ്ക്കണോ, 0 മുതൽ എവിടം വരെയാണ് ആക്സിസിനെ വരയ്ക്കേണ്ടത് എന്ന വാല്യൂ കൊടുക്കുന്നതാണ് എക്സ് ലിമിറ്റും വൈ ലിമിറ്റും. ടൈപ്പ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് ചാർട്ടാണ് വരയ്ക്കേണ്ടത്. അതായത് അതിന് ടൈപ്പ് ഇസ് ഈക്വൽ ടു പി എന്ന് കൊടുത്താൽ എക്സ് വൈ പോയിന്റ്സ് മാത്രം മാർക്ക് ചെയ്ത് വെക്കും. ടൈപ്പ് ഇസ് ഈക്വൽ ടു എൽ എന്ന് കൊടുത്താൽ ലൈൻ മാത്രം വരയ്ക്കും. ടൈപ്പ് ഇസ് ഈക്വൽ ടു ഒ എന്ന് കൊടുത്താൽ ലൈനും വരയ്ക്കും, ലൈനോ കർവോ അതും വരയ്ക്കും. ആ പോയിന്റ്സ് അതിനകത്ത് മാർക്ക് ചെയ്ത് കാണിക്കുകയും ചെയ്യും. രണ്ടും കൂടെ ഒന്നിച്ചുള്ളതാണ് ഒ. എൽ ടി വൈ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് ലൈൻ ആണ് വരയ്ക്കേണ്ടത്. അതായത് കണ്ടിന്യൂസ് ലൈൻ വേണോ, ഡാഷ് ഇട്ട ലൈൻ വേണോ, കുത്തിട്ട ലൈൻ വേണോ എന്നൊക്കെ അറിയുന്നതാണ് എൽ ടി വൈ. എൽ ടി വൈയുടെ വാല്യൂ നമ്മൾ 1 2 3 4 എന്ന് മാറ്റി മാറ്റി കൊടുക്കുമ്പം ഡിസൈൻ മാറിക്കൊണ്ടേയിരിക്കും. പി സി എച്ച് എന്ന് പറയുന്നത് പോയിന്റ് എങ്ങനെ ആയിരിക്കണം എന്ന് സ്പെസിഫൈ ചെയ്യുന്നതാണ്. അതായത് എക്സും വൈയും എക്സ് ഈക്വൽ ടു 2 വൈ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെന്നിരിക്കട്ടെ. നമുക്കതിനെ എക്സ് കൊണ്ട് മാർക്ക് ചെയ്യാം, ഒരു കുത്തിട്ട് മാർക്ക് ചെയ്യാം, ഒരു ട്രയാങ്കിൾ വരച്ച് മാർക്ക് ചെയ്യാം. അങ്ങനെ പല പല ഡിസൈൻസിൽ നമുക്ക് ആ പോയിന്റ് മാർക്ക് ചെയ്യാം. പി സി എച്ചിന് നമ്മൾ 1 2 3 4 എന്ന് വാല്യൂസ് മാറ്റി കൊടുക്കുമ്പോൾ ആ ഡിസൈൻസ് നമുക്ക് കാണാൻ പറ്റും. പിന്നുള്ളത് സിഇ എക്സ് ആണ്. സിഇ എക്സ് എന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷൻ ആണ്. എത്ര വലിപ്പത്തിലാണ് നമുക്ക് ഈ ലൈനെയും പോയിന്റ്സിനെയും ഒക്കെ കാണേണ്ടത്. അപ്പൊ പ്ലോട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഉള്ളിൽ ഈ ആർഗ്യുമെന്റ്സിന്റെ വാല്യൂസ് കൊടുത്ത് നമുക്ക് വളരെ ഭംഗിയായിട്ട് ഒരു ഗ്രാഫ് വരച്ചെടുക്കാൻ പറ്റും. ഇനിയും നമുക്ക് ആ പ്ലോട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റു ചില ഫംഗ്ഷൻസ് ആണിത്. ലൈൻസ്. ആ പ്ലോട്ടിനുള്ളിൽ പല പല കാര്യങ്ങൾ ഒന്നിച്ച് വരയ്ക്കണമെങ്കിൽ നമുക്ക് ലൈൻസ് യൂസ് ചെയ്യാം. അതുപോലെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ വരുന്നത് ലെജൻഡ് ആണ്. നമുക്ക് ആ പ്ലോട്ടിന്റെ ലെജൻഡ് എന്താണെന്ന് അറിയാലോ, എന്താണ് നമ്മൾ അതിനകത്ത് കാണിച്ചേക്കുന്നത്, അതിന്റെ എക്സ്പ്ലനേഷൻ ഗ്രാഫിൽ കൊടുക്കുന്നതിനെയാണ് ലെജൻഡ് എന്ന് പറയുന്നത്. ലെജൻഡിനെ കാണിക്കണമെങ്കിൽ നമുക്ക് ലെജൻഡ് ഫംഗ്ഷനും യൂസ് ചെയ്യാം. അപ്പൊ നമുക്കൊരു ചെറിയ എക്സാമ്പിൾ ഉപയോഗിച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ ഇതാണ്. നമുക്ക് ആദ്യം ഈ എക്സാമ്പിളിനകത്ത് നമ്മൾ 4 പിന്നെ വേരിയബിൾസ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ആദ്യത്തേത് എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ. എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് സീക്വൻസ് 0,2 ബൈ ഈക്വൽ ടു 0.2 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതൊരു സീക്വൻസ് ഓഫ് വാല്യൂസ് ആണ് 0 മുതൽ 2 വരെയുള്ളത്. ഓരോ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് 0.2 ആണ്. അതായത് എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 0, 0.2, 0.4, 0.6 എക്സെട്ര. വൈയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് y is equal to x എന്നാണ്. കണ്ടോ, വൈയും എക്സും സെയിം ആണ്. എക്സും വൈയും സെയിം വാല്യൂസ് ആണ്. y1നെ ഡിഫൈൻ ചെയ്യുന്നത് y സ്ക്വയർ എന്നാണ്. y2നെ ഡിഫൈൻ ചെയ്യുന്നത് y ക്യൂബ് എന്നാണ്. ഇങ്ങനെ ഈ ട്രയാങ്കിൾ പോലെ മുകളിലോട്ട് ഇട്ടിട്ട് എഴുതിയാൽ സ്ക്വയർ എന്നർത്ഥം, അത് കഴിഞ്ഞ് 2 എന്നിട്ടാൽ സ്ക്വയർ എന്നർത്ഥം, അത് കഴിഞ്ഞ് 3 എന്നിട്ടാൽ ക്യൂബ് എന്നർത്ഥം.
ഇനി നമ്മൾ ഈ എക്സ് വൈയെ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. നോക്കൂ, ഇത് ഞാനൊരു സിമ്പിൾ പ്ലോട്ട് ഫംഗ്ഷൻ മാത്രമാണ് എഴുതിയേക്കുന്നത്. പ്ലോട്ട് ചെയ്യേണ്ടത് എക്സിനെയും വൈയെയാണ്. നമുക്ക് O എന്ന് പറഞ്ഞ സ്റ്റൈലാണ് വേണ്ടത്, അതായത് ലൈനും പോയിന്റ് ഒന്നിച്ചുള്ളതാണ് വേണ്ടത്. PCHന്റെ വാല്യൂ 1 കൊടുത്തു, LTYയുടെ വാല്യൂ 1. PCH എന്തായിരുന്നു? പോയിന്റിന്റെ ഡിസൈൻ. LTY എന്ന് പറഞ്ഞാൽ ലൈനിന്റെ ഡിസൈൻ. എക്സ് ലേബിൾ ഒന്നും കൊടുത്തില്ല, വൈ ലേബിൾ കൊടുത്തില്ല. വൈയുടെ ലിമിറ്റ് കൊടുത്തു. വൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 മുതൽ y2ന്റെ മാക്സിമം വാല്യൂ വരെ. കാരണം ഇതിനകത്ത് നോക്ക്, y2 ആണ് ഇതിനകത്തെ ബിഗ്ഗസ്റ്റ് നമ്പർ. വൈയുടെ സ്ക്വയർ ആണ് y1, വൈയുടെ ക്യൂബ് ആണ് y1. അപ്പൊ y2യുടെ ബിഗ്ഗസ്റ്റ് വാല്യൂ ആണ് y ആക്സിസിന്റെ അപ്പർ ലിമിറ്റ് ആയിട്ട് കൊടുത്തത്. നമ്മുടെ മാഗ്നിഫിക്കേഷൻ 0.7 എന്ന് കൊടുത്തു. ലൈനിന്റെ വിഡ്ത്ത് 2, LWD എന്ന് വെച്ചാൽ ലൈനിന്റെ വിഡ്ത്ത്, ലൈനിന് എത്ര തിക്നെസ് വേണം, അത് 2 എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് ഇത്രയും ഈ 5 പ്രോഗ്രാമിംഗ് ലൈൻസ് എടുത്ത് കോപ്പി ചെയ്ത് നമ്മളുടെ ആർ പ്രോഗ്രാമിൽ കൊണ്ടിട്ടൊന്ന് അതിനെ ഒന്ന് നമുക്ക് എന്താ പറയുക, റൺ ചെയ്ത് നോക്കാം എന്ത് സംഭവിക്കുന്നു. ഓക്കെ, നമ്മൾ നേരെ കൊണ്ടുവന്നു, നമ്മളുടെ സോഴ്സിനകത്ത് അതിനെ കോപ്പി പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ആദ്യം ആ വേരിയബിൾസിനെ എല്ലാം ഒന്ന് റൺ ചെയ്തു. അതെല്ലാം ക്രിയേറ്റ് ആയി. ഓക്കെ, എക്സ് ക്രിയേറ്റ് ആയി, വൈ ക്രിയേറ്റ് ആയി, y1 ക്രിയേറ്റ് ആയി, y2 ക്രിയേറ്റ് ആയി. നമുക്ക് വേണേൽ തൽക്കാലം ഈ y1നെയും y2നെയും ഇവിടെ നിന്ന് എടുത്ത് കളയാം. നമുക്ക് എക്സ് വൈയെ മാത്രം ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്യാം. എക്സും വൈയും അതിന്റെ പ്ലോട്ടും നോക്കൂ, എക്സ് വൈയും അതിന്റെ പ്ലോട്ടും. എന്തൊക്കെയാണ് ആ പ്ലോട്ടിൽ വന്നേക്കുന്നത് നോക്ക്. എക്സും എക്സ് ആക്സിസിൽ എക്സും വൈ ആക്സിസിൽ വൈയും, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ എന്താ പറയാ, PCH is equal to 1 എന്ന് പറയുന്നത്, അതിനെ ഒന്ന് മാറ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. PCH equal to 3 എന്നിടുമ്പം ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചോണേ, എന്ത് വ്യത്യാസമാണ് വരുന്നതെന്ന് കണ്ടോ. ആ ഡോട്ട് 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 എന്ന് പറയുന്നത് ലൈൻ ആയിട്ട് മാറി, അത് പോയിന്റിന്റെ ഡിസൈൻ ആണ്. LTY എന്ന് വെച്ചാൽ 1 എന്ന് വെച്ചാൽ ഈ സ്ട്രെയിറ്റ് ലൈൻ എന്നർത്ഥം. LTY equal to 3 ഇട്ടിട്ടൊന്ന് റൺ ചെയ്ത് നോക്കൂ. അപ്പൊ നമുക്ക് ഡാഷ് ലൈൻസ് കിട്ടും, കണ്ടോ. അതിനെയാണ് LTY എന്ന് പറയുന്നത്. എക്സ് ലേബിൾ ഒന്നും കൊടുത്തിട്ടില്ല, നമുക്ക് എക്സ് ലേബിൾ കൊടുക്കാം. എക്സ് ലേബിള് എക്സ് വാല്യൂസ് എന്നും വൈ ലേബിള് വൈ വാല്യൂസ് എന്നും കൊടുക്കാം. എന്ത് കൊടുക്കുന്നോ അത് നമ്മൾ കോഡ്സിൽ കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മാഗ്നിഫിക്കേഷൻ 0.7 പകരം ഒരു 1.5 എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനൊരു പേരും കൊടുക്കാം. പേര് കൊടുക്കുന്നത് എങ്ങനെയാണ്? മെയിൻ ഇസ് ഈക്വൽ ടു കോഡ്സിനകത്ത് ഗ്രാഫ് 1 എന്ന് കൊടുക്കാം. ഗ്രാഫ് 1 കോഡ്സ് ക്ലോസ് കോമ. അപ്പൊ നമ്മുടെ എക്സിസ്റ്റിംഗ് ഗ്രാഫിനെ മാറ്റി വരയ്ക്കാൻ പോവാണ്. ഗ്രാഫിന് ഒരു പേര് കൊടുത്തു, ഡിസൈൻ ഒക്കെ മാറ്റി. എന്നിട്ട് ഞാൻ അതിനകത്ത് കൊണ്ടുവന്ന് മൗസ് കർസർ വെച്ചിട്ട് റൺ ചെയ്തു. നോക്കൂ, നമ്മളുടെ ഗ്രാഫിന്റെ പേര് വന്നു. എങ്ങനെയാ പേര് കൊടുത്തത്? മെയിൻ ഇസ് ഈക്വൽ ടു ഗ്രാഫ് 1. പിന്നെ എക്സിന്റെയും വൈയുടെയും ലേബിൾസ് വന്നു. നമ്മളുടെ ഡിസൈനിന്റെ സൈസ് കൂടി. ഡിസൈനിന്റെ സൈസ് കൂടാനുള്ള കാരണം ഞാൻ CXന്റെ വാല്യൂ മാറ്റിയതാണ്. CXനെ ഞാൻ 1 കൊടുത്താൽ ഇച്ചിരി കൂടെ ഒന്ന് ചെറുതാവും. എന്നിട്ടൊന്ന് റൺ ചെയ്താൽ കുറച്ചുകൂടെ ചെറുതാവും, കേട്ടോ. നമ്മൾ ഡാഷ് ലൈൻസ് ഇട്ടു. അപ്പൊ ഇതാണ് എൻ്റെ പ്ലോട്ട് ഫംഗ്ഷൻ വെച്ച് നമ്മുടെ ഈ ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് ഈ സെയിം ഗ്രാഫിൽ കൂടുതൽ ലൈൻസ് വരയ്ക്കുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ നേരത്തെ ചെയ്ത y1ഉം y2ഉം നമ്മൾ വെറുതെ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പൊ y1 എന്ന് പറഞ്ഞ വേരിയബിൾ എന്തായിരുന്നു? നമ്മുടെ y-യുടെ സ്ക്വയർ ആയിരുന്നു. y2 എന്ന് പറഞ്ഞ വേരിയബിൾ y-യുടെ ക്യൂബ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ രണ്ട് വേരിയബിൾസിനെ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്യാണ്. അതിനെ രണ്ടിനെ ഒന്ന് റൺ ചെയ്യാണ്. ഓക്കെ, അത് രണ്ടും റണ്ണായി, അത് രണ്ടും ക്രിയേറ്റ് ആയി. നമുക്ക് ഇനിയും പോയിട്ട് ലൈൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ അതിൽ നിന്ന് കോപ്പി ചെയ്യാം. എന്താ സംഭവിക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ ആദ്യത്തെ ആ ഒരു ലൈൻസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആ ഒരു പ്രോഗ്രാമിംഗ് ലൈൻ കോപ്പി ചെയ്ത് ഇവിടെ ഇടുകയാണ്. ഇത് കളയാണ്. നോക്കൂ, എന്ത് ചെയ്യാനാ പറയുന്നത്? എക്സിസ്റ്റ് ചെയ്യുന്ന ഈ പ്ലോട്ടിനകത്തോട്ട് എക്സും y1ഉം കൂടെ പ്ലോട്ട് ചെയ്ത് ഒരു ലൈൻ വരച്ച് ആ പോയിന്റ് മാർക്ക് ചെയ്യാൻ. ഇവിടെ ഡിസൈൻ കൊടുത്തേക്കുന്ന 3 ആണ്. നമുക്ക് വേണമെങ്കിൽ ആ ഡിസൈൻ 5 എന്ന് കൊടുക്കാം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കൂ. ഈ ലൈൻ, ആ പ്രോഗ്രാമിംഗ് ലൈൻ റൺ ചെയ്തപ്പോൾ കണ്ടോ, നമ്മുടെ ഗ്രാഫിലേക്ക് y² പ്ലോട്ട്, x ഈക്വൽ ടു എക്സും y ഈക്വൽ ടു y² പ്ലോട്ടും വന്നു. നമുക്ക് വേണമെങ്കിൽ ഇതേനകത്ത് തന്നെ നമ്മുടെ y³ പ്ലോട്ട് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? എക്സും y2ഉം പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് ഡിസൈൻ മാറ്റാം.
6 എന്ന് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇതേ ഗ്രാഫിനകത്ത് നമുക്ക് വേറൊരു കാര്യം കൂടെ വരും. കണ്ടോ? ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ച് അതിനകത്ത് തന്നെ വീണ്ടും 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 വരയ്ക്കണമെങ്കിൽ നമുക്ക് ഈ ലൈൻസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്നും വേണ്ട, നമ്മുടെ ഗ്രാഫ് മാത്രം മതിയെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് ആ പ്ലോട്ടിനെ ഒന്നുകൂടെ റൺ ചെയ്താൽ ആ ലൈൻസ് എല്ലാം പോയിട്ട് ഒറിജിനൽ പ്ലോട്ട് മാത്രം വരും. എല്ലാത്തിനെയും കൂടെ റൺ ചെയ്താൽ ഒന്നിച്ച് അതെല്ലാം കൂടെ വരച്ചു വരും. കണ്ടോ? അപ്പൊ ഇങ്ങനെ നമുക്ക് പ്ലോട്ട് ഫംഗ്ഷനും യൂസ് ചെയ്യാം, നമ്മുടെ ലൈൻസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനൊരു ലെജൻഡ് വേണ്ടി, ഇത് ഓരോന്നും എന്താന്ന് മനസ്സിലാവണ്ടേ, അതിനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലെജൻഡ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ലെജൻഡ് കൊടുത്താൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് എവിടെയാണ് ആ ലെജൻഡ് വരേണ്ടത്. ഇപ്പൊ ഇതിനകത്ത് നോക്കൂ, പ്ലസ് ഇട്ട് കാണിച്ചേക്കുന്ന ഡാഷ് ലൈൻ എന്താണ്, നമ്മുടെ എന്താ പറയാ, നമ്മുടെ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ്. മറ്റേ ഡയമണ്ട് പോലെ ഇരിക്കുന്നത് എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ആണ്. ട്രയാങ്കിൾ ഇട്ട് മാർക്ക് ചെയ്തേക്കുന്നത് എക്സ് ഈക്വൽ ടു വൈ ക്യൂബ് ആണ്. അത് സ്പെസിഫൈ ചെയ്യുന്ന സാധനമാണ് ലെജൻഡ്. അപ്പൊ ലെജൻഡിന്റെ പൊസിഷൻ ആണ് ആദ്യം കൊടുക്കേണ്ടത്. നമുക്കിവിടെ സ്പേസ് ഉള്ളത് ഗ്രാഫിന്റെ ടോപ്പ് ലെഫ്റ്റിലാണ്, അതുകൊണ്ട് ഞാൻ ടോപ്പ് ലെഫ്റ്റ് എന്ന് ആദ്യം അതിന്റെ പൊസിഷൻ കൊടുക്കും. കോഡ്സിൽ വേണോ അത് കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് ലെജൻഡിനകത്ത് എന്തൊക്കെയാണ് എഴുതി വരണ്ടേ, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്. ലെജൻഡിനകത്ത് ആദ്യത്തേത് അല്ലെ, ആ ലെജൻഡ് ഇസ് ഈക്വൽ ടു ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഒന്നിച്ചെഴുതാൻ സി ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ആദ്യത്തേത് എന്തായിരുന്നു, ഒരു ലൈൻ ആയിരുന്നു. രണ്ടാമത്തേത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ പിന്നെ പ്ലോട്ടിംഗ് ആണ്. മൂന്നാമത്തേത് ഒരു ക്യൂബിക് ഇക്വേഷന്റെ പ്ലോട്ടിംഗ് ആണ്. ഓക്കെ, അത് മൂന്നും ഞാൻ സ്പെസിഫൈ ചെയ്തു. കോമ. ഇനി നമുക്ക് ഇങ്ങനെ മാത്രം ഇട്ടൊന്ന് റൺ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം ഇതിനെ. വെറും ലൈൻ ക്വാഡ്രാറ്റിക് ക്യൂബിക് എന്ന് മാത്രം വന്നു ഗ്രാഫിൽ. അങ്ങനെ വന്നിട്ട് കാര്യമില്ല, ഏതാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റണം. അപ്പൊ ഡിസൈൻ സ്പെസിഫൈ ചെയ്യുന്നത് PCH എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അല്ലേ. അപ്പൊ നമ്മൾ PCH ഇസ് ഈക്വൽ ടു ഓരോന്നിന്റെയും PCH അവിടെ സ്പെസിഫൈ ചെയ്യണം. ആദ്യത്തെ PCH 3 ആയിരുന്നു, പിന്നത്തെ PCH 5 ആയിരുന്നു, പിന്നത്തെ 6 ആയിരുന്നു. അപ്പൊ 3, 5, 6 ഇങ്ങനെ ഇട്ടിട്ട് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കൂ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഡിഫറൻസ് എന്താന്ന്. അയ്യോ സോറി, ഇവിടെ PCH ഇവിടെ ഒരു കോമ ഇടാൻ മറന്നു, അതാണ് എറർ വന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു റൺ ചെയ്യൂ. കണ്ടോ, ഡിസൈൻ വന്നു. നമുക്കിനി ഡിസൈൻ മാത്രം പോരാ, നമ്മുടെ LWDയും കൂടെ വേണേ, ആ ലൈനും കൂടെ അതിനകത്ത് വേണം, LTYയും കൂടെ വേണം എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ LWD ഇട്ട് നോക്കൂ. LWD ഈസ് ഈക്വൽ ടു 2 എന്നിട്ടൊന്ന് റൺ ചെയ്ത് നോക്കൂ. എല്ലാത്തിനും ഇടയിൽ കോമ വേണം കേട്ടോ, കോമ ഇല്ലെങ്കിൽ എറർ കാണിക്കും. സോ അതിനെ റൺ ചെയ്യുമ്പോൾ ആ ലൈനും കൂടി അതിനകത്ത് വരും. സോ ഇങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ലെജൻഡ് കൊടുക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളൂടെ ട്രൈ ചെയ്യാം. നമ്മുടെ നോർമൽ സ്കാറ്റർ ഡയഗ്രാം എക്സാമ്പിൾ. എക്സ് എന്ന് പറയുന്നത് കുറച്ച് വാല്യൂസ് ആണ്. വാല്യൂസ് കൊടുക്കാൻ എന്താ യൂസ് ചെയ്യേണ്ടത്, സി ഫംഗ്ഷൻ. സപ്പോസ് എക്സിന്റെ വാല്യൂ 2, 5, 7, 10, 14, 15. y വാല്യൂ എന്ന് പറയുന്നത് വേറെ കുറച്ച് വാല്യൂസ് ആണ്. y എന്ന് പറയുന്നത് സി 22, 25, 23, 28, 29. എക്സും വൈയും ഈക്വൽ വാല്യൂസ് ആണെങ്കിലേ പ്ലോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഒരു സിമ്പിൾ സ്കാറ്റർ ഡയഗ്രാം പ്ലോട്ട് ചെയ്യാൻ പോകണം. നമുക്ക് ഈ ലൈനും ജോയിനിങ്ങും ഒന്നും വേണ്ട, സിമ്പിൾ സ്കാറ്റർ ഡയഗ്രാം ആണ് വേണ്ടതെങ്കിൽ പ്ലോട്ട് ഫംഗ്ഷൻ എടുക്കുക. ആദ്യം തന്നെ മെയിൻ ഇസ് ഈക്വൽ ടു അതിന്റെ പേര് കൊടുക്കുക. നമുക്ക് സ്കാറ്റർ ഡയഗ്രാം എന്ന് പേര് കൊടുക്കാം. ഓക്കെ, സ്കാറ്റർ ഡയഗ്രാം എന്ന് പേര് കൊടുത്തു. എന്നിട്ട് എന്താണ് അവിടെ, ഏത് വാല്യൂസ് ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്, നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത് എക്സിന്റെയും വൈയുടെയും വാല്യൂസ് ആണ്. അത് കൊടുത്തു. നിങ്ങൾക്ക് എന്താ പറയാ, നമുക്ക് ഏത് ഡിസൈൻ കൊണ്ടാണ് പോയിന്റ് കാണിക്കേണ്ടതെന്നാണ്. PCH ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, എക്സ് ലാബ് അല്ലെ, എക്സിന്റെ ലേബൽ വേണം. എക്സ് ലാബ് ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കണം, നമുക്കിപ്പോ ഇത് എന്താ പറയാ, മാത്സിന്റെ ഇംഗ്ലീഷിന്റെ മാത്സിന്റെ മാർക്കാന്നിരിക്കട്ടെ. അപ്പൊ എക്സ് ലാബ് ഇസ് ഈക്വൽ ടു ഇംഗ്ലീഷ്. അത് കഴിഞ്ഞിട്ട് വൈ ലാബ് ഇസ് ഈക്വൽ ടു മാത്സ്, അത് കൊടുത്തു.
ഇത്രയും വെച്ച് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഈ പുതിയ സ്കാറ്റർ ഡയഗ്രാം എങ്ങനെ ഇരിക്കും. നമ്മൾ ഇതിനെ റൺ ചെയ്താൽ മറ്റേതങ്ങ് പോയിട്ട് ഇത് കയറി വരും അവിടെ. ഇവിടെ ഒരു ചെറിയ പ്രോബ്ലം വന്നു, എന്തോ ഒരു എറർ കയറി വന്നു. എന്താ നോക്കട്ടെ. error in xy coordinates, xy x label y label, xy lengths differ. Okay, 1 2 3 4 5 6 ഉം ഇത് 1 2 3 4 5 ഉള്ളൂ. എറർ താഴെ എഴുതി കാണിക്കും, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് പ്രശ്നം. അപ്പൊ നമ്മുടെ y വാല്യൂ ഒരെണ്ണം കുറഞ്ഞു പോയതാണ് പ്രശ്നമായത്. അപ്പൊ അത് ഞാൻ റൺ ചെയ്തു. ഇതാ കണ്ടോ, നമ്മുടെ ഒരു സിമ്പിൾ സ്കാറ്റർ ഡയഗ്രാം വന്നു. PCH2 ഇട്ടുകൊണ്ടാണ് ട്രയാങ്കിൾ വന്നത്. PCH1 ഇട്ടൊന്നുകൂടെ റൺ ചെയ്താൽ വേറെ എന്തെങ്കിലും ഒരു ഡിസൈൻ വരും, 0 ഇട്ട് വരും. PCH3 ഇട്ടാൽ വേറെ എന്തെങ്കിലും കയറി വരും. അപ്പൊ ഇതാണ് ഒരു സിമ്പിൾ സ്കാറ്റർ ഡയഗ്രാം. ഈ സ്കാറ്റർ ഡയഗ്രത്തിനെ ജോയിൻ ചെയ്യുന്ന ഒരു എന്താ പറയുക ലൈൻ നിങ്ങൾക്ക് വേണം എന്നാണെങ്കിൽ നമ്മളുടെ ഇത് കൊടുത്താൽ മതി. കോഡ്സിനകത്ത് ഇവിടെ കൊണ്ടുവന്ന് കോഡ്സിനകത്ത് നമ്മൾ ഓന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഈ പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈനും കൂടി കയറി വരും. റൺ ചെയ്ത് നോക്കൂ, കണ്ടോ, ജോയിൻ ചെയ്യുന്ന ഒരു ലൈനും കൂടെ കയറി വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കേണ്ടത്. ആ സ്കാറ്റർ ഡയഗ്രത്തിലെ പോയിന്റ്സ് ജോയിൻ ചെയ്യണോ ജോയിൻ ചെയ്യണ്ടയോ, അതായത് എന്താണ് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്ന് ചോദിച്ചാൽ ജോയിൻ ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം this is the plot function. That's all for today. Thank you.